മുൻ മന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെ തേരോട്ടത്തിന് തടയിട്ട വനിതാ നേതാവ് ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ മുൻ മന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെ തുടർച്ചയായ വിജയത്തിന് വിരാമമിട്ട CPM-ന്റെ കരുത്തുറ്റ വനിതാ നേതാവായ ഐഷ പോറ്റി വർഷങ്ങൾക്കിപ്പുറം പാർട്ടിയുമായി അകന്നു. സജീവ രാഷ്ട്രീയം വിടുന്നതായി പ്രഖ്യാപിച്ചിരുന്ന മുൻ MLA ഒടുവിൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. ചൊവ്വാഴ്ച പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഐഷ പോറ്റിയെ ഔദ്യോഗികമായി കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി ഐഷ പോറ്റി മത്സരിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. 2006 ആർ ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ച് MLA ആയതോടെയാണ് ഐഷ പോറ്റി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയയായത്. 2011 NM മുരളിയെ പരാജയപ്പെടുത്തി വീണ്ടും നിയമസഭയിലെത്തി. 2016 കോൺഗ്രസിന്റെ സവിൻ സത്യനെതിരെ 42,632 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഹാട്രിക് വിജയം നേടി. 2021 മത്സരരംഗത്തില്ലാതിരുന്ന ഐഷ പോറ്റിയുടെ സ്ഥാനത്ത് KN ബാലഗോപാൽ മത്സരിച്ച് 10,814 വോട്ടിന് വിജയിച്ചിരുന്നു. 2021 തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി അവഗണന കാട്ടിയെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പരിഗണനയടക്കം ഉണ്ടായിരുന്നുവെങ്കിലും അത് നടപ്പായില്ല. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയതോടെ അകൽച്ച ശക്തമായി. 2024 ഏരിയ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിനെ തുടർന്ന് ഐഷ പോറ്റി സജീവ രാഷ്ട്രീയം വിടുന്നതായി പ്രഖ്യാപിച്ചു. പാർട്ടി അനുനയിപ്പിക്കാൻ നടത്തിയ നീക്കങ്ങൾ പരാജയപ്പെട്ടതോടെ 2025 വാക്കനാട് ഗവൺമെന്റ് HSലെ ഉദ്ഘാടന ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടും പങ്കെടുത്തില്ല. ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി. 67-കാരിയായ ഐഷ പോറ്റി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ ദേശീയ കൗൺസിൽ അംഗവും കേരളത്തിലെ ട്രഷററുമായിരുന്നു. തിരുവനന്തപുരം ലോ കോളേജിൽ പഠനം പൂർത്തിയാക്കി LLM ബിരുദം നേടിയിട്ടുണ്ട്. ഭർത്താവ് E ശങ്കരൻ പോറ്റി, മക്കൾ രശ്മി ശങ്കർ, സൂരജ് ശങ്കർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നത്. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന വാഗ്ദാനത്തിലാണ് ചേക്കേറലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.